ആണ് ഒരുത്തൻ. സത്യം പറഞ്ഞാൽ ആണ് ഒരുത്തൻ എന്നാണ് ഇന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഉണ്ടല്ലോ, സ്വന്തമായി അവൻ ചെയ്തു കൂട്ടിയ എല്ലാ പന്നത്തരത്തിലും വന്ന് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി മുഖേന എല്ലാം പറഞ്ഞ് മറ്റുള്ളവരിൽ ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് രോമാഞ്ചം കൊള്ളുന്ന കുറേ പേര്. സത്യം പറയാനാ വേറൊന്നും ഉണ്ടല്ലോ കേട്ടോ. അവൻ പറഞ്ഞ കഥകളൊക്കെ കറക്റ്റാണ്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഗൗരിലക്ഷ്മിയുടെ കഥയും അതുപോലെ തന്നെ ഈ പോസ്കോ കേസും അതുപോലെ തന്നെ വേറൊരു വ്യക്തി ഈ പത്രക്കെട്ടിൽ വന്ന കഥയും വിഡ്രോ ചെയ്ത കഥയും ഇതൊക്കെ ഓക്കെയാണ്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ആലുവ കമ്പനിപ്പടി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇടത്തല പോലീസ് നിന്റെ കയ്യിൽ ഉപഹാരം ഇട്ടിട്ട് കൊണ്ടുപോയത് എന്തിനായിരുന്നു എന്നുള്ള കഥയും പറയണം. പിന്നെ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന നീയാണ്, ഈ ഒരു ചിത്രത്തിൽ നീ ഇട്ട ഒരു സ്റ്റോറിയാണ്, ഇത് എന്തിനായിരുന്നു എന്നുള്ളതും പറയണം. പിന്നെ അക്വാസിറ്റി ആൽഫൈൻ ഫ്ലാറ്റിൽ നിന്നും നീ കൊല്ലത്തേക്ക് പോയത് എന്തവസ്ഥയിലായിരുന്നെന്നും അവിടുത്തെ നാട്ടുകാരും അപ്പാർട്ട്മെന്റുകാരും എല്ലാവരും കൂടി എന്തിനാണ് നിന്നെ കൊല്ലത്തേക്ക് പായിച്ചതെന്നും ഇതൊക്കെ പറയണം. പറയുമ്പോൾ നിന്റെ സ്റ്റോറീസ് എല്ലാം പറയണം. അതായത് നീ പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരത് പറയേണ്ടി വരും. അപ്പൊ നീ ആയിട്ട് തന്നെ പറയാം. എന്തായാലും നീന്റെ കഥകളെല്ലാം നീ ആയിട്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ കഥകളും കൂടി ഉൾപ്പെടുത്തുക. ഇനിയുണ്ട്, ഞാൻ തരാം. നിന്റെ സ്കാമുകൾ ഞാൻ തരാം. നിനക്ക് എന്തോ ബ്ലഡ് ക്യാൻസർ ആണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ട് നീ പിരിച്ച കാശ്, സഹതാപ കാശും പിന്നെ നീ പറയടേ കളിയാ, ഞാൻ തരാം. നീ എന്താണെങ്കിലും ഇതിനുള്ള ഒരു മറുപടി കൂടി പറ. എന്തായാലും നീ കമന്റ് ബോക്സിൽ വന്നിട്ട് പ്രൂവ് ചെയ്യുന്ന പറയല്ലേ. നീയല്ലേ എല്ലാം പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നീ തന്നെ ഒന്ന് പ്രൂവ് ചെയ്യും.